മൂന്നാറിലെ ജനവാസ മേഖലയിലും നേര്യമംഗലം കാഞ്ഞിരവേലിയിലും വീണ്ടും കാട്ടാന ഇറങ്ങി. കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്നലെ കൊല്ലപ്പെട്ട പ്രദേശത്താണ് വീണ്ടും കാട്ടാന ഇറങ്ങിയത്. 4 ഏക്കറോളം കൃഷി നശിപ്പിച്ചു. മൂന്നാറിലെ സെവൻമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിലും കാട്ടാന ഇറങ്ങി 2 പേരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് കട്ടക്കൊമ്പനാണ്. ജനവാസ മേഖലയിൽ എത്തിയതെന്നാണ് സംശയം. വിശദാംശങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഇവിടെ സജീവമാവുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ജില്ലയിൽ വിവിധ മേഖലകളിൽ ഈ കാട്ടാന ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു അയവില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പ്രധാനമായും ഇന്നലെ വൈകുന്നേരം അർദ്ധരാത്രിയോടുകൂടി ജില്ലയുടെ 2ഇടത്താണ് കാട്ടാന ഇറങ്ങിയത്. ഒന്ന് മൂന്നാറിലും അതുപോലെ തന്നെ നേര്യമംഗലത്തിനടുത്ത് കാഞ്ഞിരവേലിയിലുമാണ് കാട്ടാന ഇറങ്ങിയത്. മൂന്നാറിലെ ജനവാസ മേഖലയിലെത്തിയ ആന ഈ സെവൻമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിലാണ് എത്തിയത്. 8 മണിയോടുകൂടി ആന എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കട്ടക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള ആനയാണ് ഇവിടെ എത്തിയതെന്നാണ് കരുതുന്നത്. ഈ അടുത്ത കാലത്ത് മൂന്നാറിൽ 2 പേരെ കൊലപ്പെടുത്തിയത് ഈ കട്ടക്കൊമ്പൻ എന്ന ആനയാണെന്നാണ് സംശയം. എന്തായാലും ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആനയെ നിരീക്ഷിച്ച് വരുന്നുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാട്ടാനാക്രമണം ഉണ്ടായത് കാഞ്ഞിരവേലിയിലാണ്. കഴിഞ്ഞിടെ ഈ ഇന്ദിര എന്ന വീട്ടമ്മയെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് സമീപത്ത് തന്നെയാണ് ആന എത്തിയത്. ഒറ്റക്കൊമ്പൻ എന്ന കാഞ്ഞിരവേലിക്കാർ വിളിക്കുന്ന ആനയാണ് എത്തിയത്. 4 ഏക്കറോളം കൃഷിയും ആന ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. നേര്യമംഗലം കാഞ്ഞിരവേലിയിലും അതുപോലെ തന്നെ കാട്ടാനാക്രമണത്തിൽ നേരത്തെ ഇന്നലെ കൊല്ലപ്പെട്ട പ്രദേശത്തുമാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. സുബിനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.